ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ചകളിലായി ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ പല വശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നുവല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സംസാരിച്ചത് ക്രിസ്തീയ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ, ഒരു ശാരീരിക ബന്ധത്തിന്റെ സ്ഥാനവും അതിന്റെ ദൈവീകമായ അടിസ്ഥാനവുമാണ് കഴിഞ്ഞ ആഴ്ചയിലെ എൻ്റെ ചിന്തയിൽ ഞാൻ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിച്ചത്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമെന്ന് ഞാൻ ഈ സമയത്ത് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട ആശയം, ഇത് പാപസ്വഭാവത്തിൻ്റെതായിട്ടുള്ള ഒരനുഭവം സെക്സിൽ കലർന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ പെട്ട സംഗതിയാണ്. ദൈവം കൊടുത്തിരിക്കുന്ന ദാനമാണ്. ഭാര്യാഭർത്താക്കന്മാരെ കൂടുതൽ ആത്മീയമായിട്ട് വളർത്തുവാൻ വേണ്ടിയാണ്. ദുരുദ്ദേശത്തോടുകൂടെ മറ്റൊരാളിനെ നോക്കുവാൻ പോലും വ്യഭിചാരമാണെന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വളർത്തി തന്റെ ഭാര്യയോടും തന്റെ ഭർത്താവിനോടും മാത്രം ഇത് പങ്കെടുത്തക്കവണ്ണം ദൈവം തന്നിരിക്കുന്ന വലിയ ദാനമാണെന്നുള്ള അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തുവാന് ഇതിന് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചു. അതുപോലെ ദൈവസ്നേഹത്തിന്റെ പങ്കിടിയിലാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞു. ആത്മാവും മനസ്സും ഒരുമിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ആളത്വപരമായിട്ടുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരുമിക്കേണ്ട ബന്ധമാണ് എന്നുള്ളത് സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം ചില കാര്യങ്ങൾ കൂടെ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കിടട്ടെ. കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാര് മനസ്സിലാക്കാത്ത ചില തലങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്. അതായത് ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചപ്പോൾ ശരീര ഘടനയിൽ പോലും വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ മാനസികമായ ഘടനയിലും വ്യത്യാസങ്ങളുണ്ട്. അത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങൾ ഭാര്യാഭർത്താക്കന്മാരൊന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ചിലപ്പോൾ വിദ്യാസമ്പന്നരായ ഭാര്യാഭർത്താക്കന്മാർ പോലും ഇത് മനസ്സിലാക്കാതിരിക്കുന്നത് മൂലം പല കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളിൽ ഉരുത്തിരിയുന്ന വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് ഭാര്യയുടെ ഭർത്താവ് അല്ലെ സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികത ഏത് വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അജ്ഞതയാണ് പല പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പുരുഷനിലുള്ള ലൈംഗികതയുടെ ഭാവത്തിന് അല്പം ഒരു അഗ്രസീവ് നേച്ചർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു അല്പം മുന്നിട്ട് നിൽക്കുന്ന, അഗ്രസീവ് എന്ന് പറയുന്ന കുറച്ച് കഠിനമായിട്ടുള്ള വാക്കായിരിക്കാം, പിടിച്ചടക്കാനുള്ള ഒരു വാസനയോടുകൂടെയുള്ള താല്പര്യത്തോടുകൂടെയുള്ള ഒരു ഭാവത്തെ ആയിരിക്കാം അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു തീവ്രമായ ഒരു ഭാവം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പോലും ഒരു ആക്റ്റീവായിട്ട് സ്ത്രീയേക്കാൾ കുറച്ചുകൂടി ഈ കാര്യത്തിൽ താല്പര്യമുള്ള ഒരു ഭാവം പുരുഷനിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുണ്ടെന്ന് പറയാനൊക്കെയില്ല. എന്നാൽ സ്ത്രീയിൽ അവരൊരു പാസീവാണ്. ഇത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഈ വ്യത്യാസം സാമൂഹ്യ ജീവിതത്തിലെ വളരെ അധികമായിട്ട് പ്രകടമാണല്ലോ. ഞാൻ ഈ സാമൂഹ്യ ജീവിതത്തിലെ തിന്മകളെ ഒന്നും ന്യായീകരിച്ചുകൊണ്ട് പറയുകയല്ല. പക്ഷെ ഈ പുരുഷ സ്ത്രീ ബന്ധത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഭാവത്തിന്റെ ഒരു വ്യത്യാസം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. നമുക്കറിയാം, സ്ത്രീക്ക് പലപ്പോഴും പൊതുസമൂഹത്തിലെ പുരുഷനിൽ നിന്ന് കടന്നാക്രമണം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. പുരുഷൻ ചെയ്യുന്ന ഒരിക്കലും ശരിയാണെന്നോ ന്യായമാണെന്നോ അല്ല ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ പുരുഷനിൽ അങ്ങനെ ഒരു വാസന, ഈ കാര്യത്തിൽ സ്ത്രീയെ കീഴടക്കാനുള്ളൊരു വാസന പുരുഷനിലുണ്ട്. അത് ഏത് സംസ്കാരമാണെങ്കിലും ഏത് സമൂഹമാണെങ്കിലും, പ്രത്യേകിച്ചും ലൈംഗികതയ്ക്ക് അടിച്ചമർത്തൽ കൂടുതലുള്ള സംസ്കാരത്തിൽ, ഒരുപക്ഷെ ലൈംഗികത വളരെ തുറന്നു വിട്ടിരിക്കുന്ന ചില സമൂഹങ്ങൾ ഒരു അടിച്ചമർത്തലും ഇല്ല, ആർക്കും ഇഷ്ടമുള്ളവരുമായിട്ട് ബന്ധപ്പെടാവുന്ന നിലയിൽ വളരെ ലൈസൻഷ്യസ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ പുരുഷൻ സ്ത്രീയെ കയറി കടന്നാക്രമിക്കാൻ പോവുകയില്ലായിരിക്കാം. അതുകൊണ്ട് പൊതുവായി ചില സമൂഹങ്ങളിൽ അടിച്ചമർത്തൽ ഉണ്ടെന്ന് തോന്നുന്ന സമൂഹത്തില് സ്ത്രീയെ ഇങ്ങനെ കയറി കടന്നാക്രമിക്കാന് പുരുഷന് വാസന കൂടും. ഇത് ഞാൻ പുരുഷനെ ന്യായീകരിക്കുകയല്ല, ശരിയാണെന്ന് പറയുകയല്ല. പക്ഷെ പുരുഷ സ്വഭാവം എന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ.
സാധാരണ ഈ പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകളാണല്ലോ, ഈ സ്ത്രീയെ പുരുഷന് യാത്ര ചെയ്യുമ്പോൾ പോലും ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നു, തോണ്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒട്ടേറെ പരാതികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ പരാതികൾ ഉന്നതരെ കുറിച്ച് പോലും ഒക്കെ കേൾക്കുന്നുണ്ട്. പോട്ടെ, അപ്പോൾ തിരിച്ചൊന്നും സംഭവിക്കുന്നില്ല. സ്ത്രീ പക്ഷേ പുരുഷനെ അങ്ങനെ തോണ്ടാനോ സ്പർശിക്കാനോ ഒന്നും പോകുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സ്ത്രീ പുരുഷനെ ഒന്ന് തോണ്ടാനോ സ്പർശിക്കാനോ പോയിരുന്നെങ്കിൽ ഈ പുരുഷൻ ഒരു പരാതിയും പറയുകയില്ലായിരുന്നു. അതാ പുരുഷന്റെ സ്വഭാവം. പുരുഷനാണെങ്കിൽ അങ്ങനെ ഒന്ന് സ്ത്രീ സ്പർശിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ സ്പർശനത്തിന് വിധേയമാകാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് പൊതുവെ പുരുഷന്മാർക്കുള്ളത്. പുരുഷന്മാർക്ക് അതൊരു പ്രശ്നമായിട്ട് പറയത്തൊന്നുമില്ലായിരുന്നു, അത് വലിയ വിഷയമാക്കിയില്ല. അത് സ്ത്രീകൾ വലിയ ഉപദ്രവം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് അവർ ബഹളം വെക്കാൻ പോവുകയില്ല. വേണ്ടി വന്നു കഴിഞ്ഞാൽ സ്ത്രീ തോണ്ടുന്നെങ്കിൽ തോണ്ടിക്കൊള്ളട്ടെ എന്ന് കരുതി സ്ത്രീക്ക് തോണ്ടാൻ സൗകര്യത്തിന് നിന്നുകൊടുക്കാൻ മടിയില്ലാത്ത ഒരു പുരുഷന്മാരായിരിക്കും കൂടുതലുള്ളത്. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഈ തോണ്ടലും തൊടിയിലും ഒക്കെ സംസ്കാരത്തിനും ആത്മീയതയ്ക്കും നിരക്കുന്നതല്ല. ഇതിലൊന്നും മനുഷ്യന് ഏർപ്പെടാൻ ഒക്കാതെ വണ്ണമുള്ള ഒരു ആധ്യാത്മിക ഭാവവും ഒരു സാംസ്കാരിക നിലവാരവും എല്ലാവരും ആർജിച്ചെടുക്കേണ്ടതാണ്. പക്ഷേ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഈ അടിസ്ഥാനപരമായ സ്വഭാവ വ്യത്യാസങ്ങൾ കുടുംബജീവിതത്തിനുള്ളിൽ എങ്ങനെ ബാധിക്കുന്നുള്ളത് അറിയണം. അവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, പുരുഷന്റെ വികാരത്തിൽ അവന് ലൈംഗികമായിട്ടുള്ള ആഗ്രഹം, അതോടൊപ്പം അവന് സ്നേഹം. അതിന് പറയുന്നത് സെക്സ് ഫസ്റ്റ് ദെൻ ലവ് എന്ന ഒരു ഇക്വേഷൻ പുരുഷനെ കുറിച്ച് പറയാറുണ്ട്. അവന് ലൈംഗികമായ ആഗ്രഹം ആദ്യം, പിന്നീട് സ്നേഹം. സ്ത്രീയിൽ അതിന് തിരിച്ചാ പറയുന്നത്. സ്ത്രീ പറയുന്നത് ലവ് ഫസ്റ്റ് ദെൻ സെക്സ്. ആദ്യം സ്നേഹം കിട്ടുക, അത് കഴിയുമ്പോൾ സ്നേഹം പങ്കിടുക, ശരീരത്തിൽ കൂടെ സ്നേഹം പങ്കിടുക. അപ്പൊ ഈ ഇക്വേഷൻ പുരുഷനും മനസ്സിലാക്കിയിരിക്കണം, സ്ത്രീയും മനസ്സിലാക്കിയിരിക്കണം. ഇത് പല ഭാര്യാഭർത്താക്കന്മാരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ചില കൗൺസിലിംഗ് അനുഭവങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹമുള്ളപ്പോഴൊക്കെ, ശാരീരികമായ ആഗ്രഹങ്ങളൊക്കെ ഉള്ളപ്പോഴൊക്കെ സ്ത്രീ സഹകരിച്ചു കൊള്ളണമെന്നുള്ള ഒരു ഭാവം. ആ സ്ത്രീ സഹകരിച്ചില്ലെന്നുണ്ടെങ്കിൽ സ്ത്രീയോട് പിന്നെ വിദ്വേഷമാണ്, അവളോട് പിണക്കാണ്. പിന്നെ അവളെ ഈ കാര്യം തുറന്നു പറയാതെ മറ്റേതെങ്കിലും വിധത്തിൽ അവളെ വിഷമിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പുരുഷന്മാർ പോകും. ഇത് ലജ്ജയുള്ള ഒരു കാര്യമാണല്ലോ, അതുകൊണ്ട് തുറന്നു പറയത്തില്ല, നാണമാണിത് പറയാനായിട്ട്. പക്ഷെ അതേസമയം തന്നെ മനസ്സിൽ സ്ത്രീയിൽ നിന്ന് വേണ്ടത്ര ഒരു സഹകരണം കിട്ടാതെ വരുന്നതിന്റെ സങ്കടവും വേദനയും വേറെ പല കാര്യങ്ങൾ സ്ത്രീയോട് പ്രകടിപ്പിക്കും. ഈ പാവം സ്ത്രീ അറിയുന്നില്ല ഈ പുരുഷന്റെ ഈ അസ്വസ്ഥതയുടെ പുറകിലുള്ള യഥാർത്ഥ കാരണം തന്നിൽ നിന്ന് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാഞ്ഞതുകൊണ്ടാണ് എന്ന് ഈ സ്ത്രീ മനസ്സിലാക്കുന്നുമില്ല. അപ്പൊ ഈ മനസ്സിലാക്കൽ പ്രക്രിയയുടെ അഭാവം മൂലം പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാര് ഇത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പുരുഷന്മാര് മനസ്സിലാക്കണം, സ്ത്രീക്ക് ഭാര്യയ്ക്ക് ആദ്യം സ്നേഹം കൊടുക്കണം. സ്നേഹത്തിൽ കൂടെയാണ് സ്ത്രീയുടെ ശരീരം പുരുഷനോട് അടുക്കാനായിട്ട് താല്പര്യമുള്ളതായി തീരുന്നത്. സ്നേഹം കൊടുക്കാതെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ പല കാര്യം കൊണ്ട് സ്ത്രീയും പുരുഷനും വഴക്കിട്ട് ആ സ്ത്രീയുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുകയാണ്. അസ്വസ്ഥമായ ഒരു സ്ത്രീയുടെ മനസ്സുമായിട്ടുള്ള ഒരു സ്ത്രീയെ അവളുടെ ശരീരം പുരുഷനുമായിട്ട് പങ്കുചേരാനായിട്ട് സജ്ജമാകത്തില്ല. അങ്ങനെയാണ് അവളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള നിർമ്മിതി. എന്നാൽ പുരുഷന് നേരെ മറിച്ചാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ത്രീയുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാലും ശാരീരികമായ ആഗ്രഹം തനിക്കുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീയോട് അടുക്കാനായിട്ട് മടിയില്ലാത്ത ഒരു ശരീരമാണ്. അപ്പൊ അന്യോന്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീ മനപ്രയാസപ്പെട്ട് വിഷമത്തിലെ ദുഃഖത്തിലെ കഴിയുന്നെങ്കിൽ അവളുടെ മനസ്സിന്റെ വിഷമവും ദുഃഖവും മാറ്റി അവളെ സന്തോഷത്തിലാക്കുവാനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഇടപെടൽ പുരുഷനിൽ ഉണ്ടാകണം. അങ്ങനെ പുരുഷൻ പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ സ്ത്രീയുടെ മനപ്രയാസമൊക്കെ മാറി അവൾ സന്തോഷമായി പുരുഷനോട് സഹകരിക്കും. എന്നാൽ സ്ത്രീകൾ മനസ്സിലാക്കണം, ചില പുരുഷന്മാർ പക്ഷെ അത്രയും മനസ്സിലാക്കിയില്ലെങ്കിൽ
വാശി പിടിച്ച് പുരുഷനോട് അതിൻ്റെതായിട്ടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അയാളുടെ ആഗ്രഹത്തിന് വിഘാതം നിൽക്കുന്ന രീതിയിൽ ഒരു വാശിയോടുകൂടെ സ്ത്രീയും പെരുമാറരുത്. സ്ത്രീക്ക് മനസ്സ് സജ്ജമായില്ലെങ്കിൽ ശരീരം സജ്ജമാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ പോലും എന്റെ ഭർത്താവല്ലേ, അയാൾക്ക് ഞാൻ സ്നേഹം പങ്കിടേണ്ട ഒരാളല്ലേ എന്ന് കരുതി ആ സ്നേഹം ഭർത്താവിന് പങ്കിട്ടുകൊണ്ട് ഭർത്താവിന്റെ തെറ്റിനെ തിരുത്താനായിട്ട് സ്ത്രീ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും നല്ലത്. ഏതായാലും അവർ രണ്ടിടത്തും ഒരു അണ്ടർസ്റ്റാൻഡിങ്, സ്ത്രീയെ മനസ്സിലാക്കാൻ പുരുഷനും പുരുഷനെ മനസ്സിലാക്കാൻ സ്ത്രീക്ക് സാധിക്കണം. അപ്പോൾ അങ്ങനെ സാധിക്കാതെ വരുന്നത് മൂലം പല ഭാര്യാഭർത്തൃ ബന്ധത്തില് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ പുരുഷന്റെയും സ്ത്രീയുടെയും പ്രത്യേകമായിട്ടുള്ള ഈ സ്വഭാവ വിശേഷങ്ങൾ മനസ്സിലാക്കി ഇടപെടത്തക്കവണ്ണം സാധിക്കുക എന്നുള്ളത് രണ്ടുപേര് ശ്രദ്ധിക്കണം. രണ്ടാമത് കാണുന്ന ഒരു സംഗതി, നമ്മുടെ ഇന്നത്തെ ലോകത്തില് തിരക്ക് പിടിച്ച ലോകജീവിതമായതുകൊണ്ട് ചില സ്ത്രീ പുരുഷന്മാരെ ഈ തിരക്കുകളുടെ ഇടയിൽ വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ വേണ്ടത്ര സന്തോഷം പങ്കിടാൻ സാധിക്കുന്നില്ല. ഈവൻ ശാരീരികമായിട്ടുള്ള അടുപ്പത്തിന് പോലും സാധ്യതയില്ലാതെ വന്നിട്ട് അത് വലിയ ഗൗരവമാക്കി എടുക്കാതെ പുറത്ത് ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ചിലരെങ്കിലും ആയിത്തീരുന്നുണ്ടെന്നുള്ളത് ഇന്നത്തെ ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. അത് ക്രിസ്തീയ കുടുംബജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. അത് പാപമാണ്, അത് തിന്മയാണ്. അത് നമ്മുടെ ഇന്നത്തെ ലോക ജീവിതത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. കാര്യം നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ആയിരിക്കാം, രാവും പകലും ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഭാര്യയ്ക്ക് അവധി കിട്ടുമ്പോൾ ഭർത്താവിന് അവധിയില്ല, അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവിന് അവധിയാകുമ്പോൾ ഭാര്യയ്ക്ക് അവധിയില്ല. ചില പുറം രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് സ്ത്രീകൾ നൈറ്റ് ഷിഫ്റ്റിൽ മാത്രം ജോലി ചെയ്യേണ്ടി വരുന്നു, പുരുഷന്മാര് മാത്രം ഡേ ടൈമിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ കാണുവാനോ ബന്ധപ്പെടുവാനോ അവസരം കിട്ടുന്നില്ല. ഇത് സാമൂഹ്യ ജീവിതത്തിന്റെ പ്രത്യേകത കൊണ്ട് സംഭവിക്കുന്നതാണെങ്കിൽ പോലും ഏതെങ്കിലും വിധത്തിൽ ഇതിനെ ഒരു ഔട്ട്ലെറ്റ് കണ്ടെത്താനായിട്ട് സ്ത്രീ പുരുഷന്മാർ ബോധപൂർവം ശ്രമിക്കണം. അതുകൊണ്ട് ഈ ജോലി സ്ഥലങ്ങളിലെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഘടകങ്ങളിലൊക്കെ ചില പുനഃക്രമീകരണങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ പുനഃക്രമീകരണം ചെയ്തുകൊണ്ട് രണ്ടുപേരും, എന്റെ ഭാര്യയുടെ ആഗ്രഹങ്ങളെ സാധിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നവരൊന്ന് ഭർത്താവും, എന്റെ ഭർത്താവിന്റെ ചില ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നവരൊന്ന് ഭാര്യയും ചിന്തിച്ച് പ്രവർത്തിക്കണം. അതിന് പകരമായിട്ട് ചില സംവിധാനങ്ങളിൽ ആവിഷ്കരിക്കുന്നത് കുടുംബജീവിതത്തെ അങ്ങ് വിസ്മരിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഭർത്താക്കന്മാർക്ക് സന്തോഷം ലഭിക്കാനുള്ള ചില മാർഗങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിച്ചും, മറ്റ് സ്ഥലങ്ങളിൽ സ്ത്രീക്ക് ചില സന്തോഷത്തിനോ കൂട്ടായ്മയ്ക്കോ ആരെങ്കിലും ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സന്തോഷം അനുഭവിച്ചും ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ കൂട്ടായ്മയെ അവഗണിക്കുന്നുവെങ്കിൽ അത് ദോഷവും തിന്മയും കുടുംബജീവിതത്തിന് ആത്യന്തികമായിട്ട് നഷ്ടവും വരുത്തുന്നതായിരിക്കും. അത് വരാതിരിക്കത്തക്കവണ്ണം രണ്ടു കൂട്ടരും പരമാവധി ശ്രമിച്ചേ മതിയാവൂ. മൂന്നാമത്തെ കാര്യം പിന്നെ സംഭവിക്കാവുന്നത്, ഇന്നത്തെ കാലത്ത് ഉള്ള ഒരു പ്രശ്നമാണ് ഈ സംശയ രോഗങ്ങള്. സ്ത്രീയിലും ഉണ്ടാകാം, പുരുഷനിലും ഉണ്ടാകാം. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംശയം എന്നുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ആ മനുഷ്യർക്ക് സംശയം വരുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പൊസസീവ് നേച്ചർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആണിനും ഉണ്ട്, പെണ്ണിനും ഉണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന പങ്കാളി മുഴുവനും നമ്മുടേതായിരിക്കണം എന്നുള്ള. കൊച്ചു കുഞ്ഞുങ്ങളിൽ കളിപ്പാട്ടത്തെ മുറുകെ പിടിക്കുന്ന പോലെ അവർക്കൊരു കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ കളിപ്പാട്ടം എന്റേതാണ്, ഞാൻ ആരുമായിട്ടും ഇത് പങ്കിടത്തില്ല, ഇത് മുഴുവനും എന്റേതാണ് എന്നുള്ള ഭാവം ഇരിക്കുന്ന ഒരു പൊസസീവ് നേച്ചർ, ഒരു നമ്മുടേതാണെന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള മറ്റാർക്കും ഞാനത് ഷെയർ ചെയ്യത്തരുന്നൊരു ഭാവം. ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് ഈ പൊസസീവ് നേച്ചർ ചിലപ്പോൾ കൂടുന്നത് കൊണ്ട് സംശയരോഗം ഉണ്ടാകാം. അതാണോ എന്നുള്ളവരത്തിൽ പരിശോധിക്കണം. എന്റെ ഭാര്യയെ മുഴുവനും എന്റേതായിരിക്കണം, അവള് മറ്റാരെ നോക്കുന്നത് പോലും, അല്ലെ അവളെ മറ്റാരെങ്കിലും നോക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത ഒരു ഭാവം, ഒരു പൊസസീവ് നേച്ചർ ഉണ്ടെങ്കിൽ അതിന് സംശയരോഗം ഉണ്ടാകാം. അത് സ്ത്രീക്കും ഉണ്ടാകാം. അപ്പൊ ഈ സംശയരോഗം ആദ്യം മനസ്സിൽ തോന്നിയാൽ തന്നെ ഒരു നല്ല ഒരു കൗൺസിലിങ്ങിന് പോകുന്നതായിരിക്കും അതിന്റെ തുടക്കം. സംശയരോഗം മാനസികമായ രോഗത്തിന്റെ തലത്തിൽ വരെ എത്തിച്ചേരുന്നുണ്ട്.
അതുകൊണ്ട് ആ മാനസിക രോഗത്തിന്റെ തലത്തിൽ എത്തിച്ചേർന്നാണെന്നുണ്ടെങ്കിൽ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് തന്നെ ആവശ്യമായിട്ട് വരും. അത് ആ തരത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ആരുടെയെങ്കിലും മനസ്സിലൊന്നും മുട്ടിട്ട് കഴിഞ്ഞാൽ പോലും അത് അവിടെ വെക്കാൻ അനുവദിക്കാതെ ഒരു നല്ല കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ ആ കൗൺസിലിങ്ങിൽ കൂടെ ഇതിന്റെ റൂട്ട് ചിലപ്പോൾ കണ്ടെത്താൻ സഹായിച്ചെന്നിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞതായിരിക്കാം കാരണം. അതായത് പൊസസീവ് നേച്ചർ എന്ന് വരുന്നതായിരിക്കാം. ആ പൊസസീവ് നേച്ചർ വരുമ്പോൾ അതിനകത്തൊരു ജലസ്യ ഉണ്ടാകും, അസൂയ ഉണ്ടാകും. ആ അസൂയയിൽ നിന്ന് ചിലപ്പം ഉണ്ടാകും. അതിന് പല കാര്യങ്ങൾ കാണുന്നിരിക്കും. ചിലപ്പോൾ പിന്നെ ഈ സൗന്ദര്യത്തിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇൻഫീരിയോറിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പം നല്ല സുന്ദരനായ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് തോന്നുകയാണ് അവരുടെ വിദ്യാഭ്യാസം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക നിലവാരം കൊണ്ടും ഒക്കെ കല്യാണം നടന്നു. പക്ഷേ സൗന്ദര്യത്തിന്റെ നിലവാരത്തിൽ ഭർത്താവ് വളരെ സുന്ദരനാണ്. ഭാര്യയ്ക്ക് തന്നെ വിലയിരുത്തുമ്പോൾ ഭാര്യ തോന്നുന്നു ഞാൻ അത്ര സുന്ദരിയല്ലെന്നോ അത്ര ഞാനൊരു വിരൂപി കൂടെയാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്ത്രീക്ക് എപ്പോഴും ഈ ഭർത്താവിനെ കുറിച്ച് മനസ്സിലൊരു സംശയം തോന്നാൻ, ഇയാള് എന്റെ സൗന്ദര്യത്തിൽ ഇഷ്ടപ്പെടാതെ വേറെ സൗന്ദര്യമുള്ള സ്ത്രീകളുടെ അടുക്കൽ പോകുമോ എന്നുള്ളൊരു ചിന്ത ഈ സ്ത്രീയുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ അത് ചിലപ്പോൾ ഒരു കാരണമായിരിക്കും. ഇതുപോലെ തിരിച്ചും വരാം. ചില പുരുഷന്മാരുണ്ട്, അവരുടെ വിദ്യാഭ്യാസവും അവരുടെ സാമ്പത്തികമായ നിലവാരവും കൊണ്ടൊക്കെ അവർക്ക് നല്ല ബന്ധം കിട്ടി, നല്ല സുന്ദരിയായ പെൺകുട്ടിയെ കിട്ടി. പക്ഷെ ഇയാൾ ആ കാഴ്ചയിൽ അത്ര സുന്ദരനായിരിക്കുകയില്ല. അപ്പൊ ഈ സുന്ദരിയായ പെൺകുട്ടിയെ കുറിച്ച് ചിലപ്പോൾ ഈ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കടന്നു പോകും, ഇവൾ എന്നെ ഇഷ്ടപ്പെടുമോ, ഇവളെ എന്റെ സൗന്ദര്യം, അയക്ക് തന്നെ അയാളുടെ ആ സൗന്ദര്യത്തെ കുറിച്ച് അപകർഷതയുണ്ട്. അപ്പോൾ ഈ സ്ത്രീ വളരെ സുന്ദരിയാണ്, അവൾ മറ്റു പുരുഷന്മാരുമായിട്ട് ഇടപെടുമ്പോഴേ അവൾ അതിനോട് ആകർഷയായി തീരുമോ എന്നുള്ള സംശയം ഉണ്ടാകാം. അപ്പോൾ സംശയരോഗം എന്ന് പറഞ്ഞൊരു മാനസിക രോഗത്തിന്റെ തലത്തിൽ മാത്രം നിൽക്കണമെന്നില്ല. ഇങ്ങനെയുള്ള അനേക തലത്തിൽ ഈ സംശയങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ആരുടെയെങ്കിലും മനസ്സിൽ അല്പം തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ നീക്കം ചെയ്യാൻ ശ്രമിക്കണം. അത് വളരെ പുട്ട് ഔട്ട് ദ ഫയർ ബിഫോർ ഇറ്റ് സ്പ്രെഡ്സ് എന്ന് പറയുന്ന പോലെ, തീ ആളി കത്തുന്നതിന് മുമ്പ് അത് കെടുത്തണമെന്ന് പറയുന്ന പോലെ, സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറഞ്ഞ പോലെ, തക്ക സമയത്ത് ഒരു തുന്നലിടുന്നത് 7 തുന്നലുണ്ടാകാതിരിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞതുപോലെ തക്ക സമയത്ത് ഒരു നല്ല ഇടപെടൽ ഉണ്ടാകാനായിട്ട് നല്ല കൗൺസിലിങ്ങിന് പോകുന്നത് ആവശ്യമായിരിക്കും. അപ്പൊ അതിന്റെ റൂട്ട് കണ്ടെത്താനായിട്ട് സഹായിക്കും. പിന്നെ ചിലപ്പോൾ ഉണ്ടാകാവുന്നത് ഈ ഭാര്യാഭർത്താക്കന്മാരുടെ പൂർവ്വകാല ചരിത്രത്തില് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാതെ ഇത് പ്രൊജക്റ്റ് ചെയ്ത് പങ്കാളിയെ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതൊന്നും കൗൺസിലിങ്ങിൽ കൂടി കണ്ടെത്താനായിട്ട് അതൊരു മാനസിക രോഗമാകണമെന്നില്ല. പക്ഷെ അത് സംഭവിക്കാം. ഇപ്പോ ഭർത്താവ് തന്റെ യൗവനകാലത്ത് എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയി ചില മ്ലേച്ഛമായ പ്രവൃത്തിയൊക്കെ ചെയ്തു, അതൊക്കെ മറച്ചു വെച്ചു. അത് മറച്ചു വെച്ച് ഭാര്യയോട് പറഞ്ഞൊന്നുമില്ലായിരിക്കാം. ഭാര്യയോട് പറഞ്ഞാലും കുഴപ്പമുണ്ടാകും. ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് സംശയം ഉണ്ടായെന്നിരിക്കും, ഈ മനുഷ്യന് ഇതുപോലെയുള്ള രീതിയിൽ ഇനിയും പോകുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ഒരു സംഭാഷണത്തിൽ സൂചിപ്പിച്ചു എന്നാണ് എന്റെ വിചാരം. ഭാര്യാഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള പഴയ കാര്യങ്ങൾ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ ഒരു സംഭാഷണത്തിൽ സൂചിപ്പിച്ചു എന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും ഇങ്ങനെയുള്ള പൂർവ്വകാല കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞ് വെറുതെ സംശയം ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കണ്ട. എന്നാല് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞതിൽ നിന്ന് പങ്കാളിയെ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ ഇടയാകരുത്. പഴയ കാര്യങ്ങൾ കഴിഞ്ഞു. പുതിയ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കാതെ വണ്ണം ജീവിതത്തെ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴ് ഭാര്യാഭർത്താക്കന്മാരെ പാലിക്കേണ്ട ഒരു ധർമ്മമാണ് തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പങ്കാളിയിൽ ആരോപിക്കാൻ ശ്രമിക്കരുത്. ചിലർക്ക് സംശയം വരുന്നത് അങ്ങനെയാണ്. കാര്യം അവരുടെ ജീവിതത്തിൽ പണ്ട് കാലത്ത് വീഴ്ച വന്നു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ മനസാക്ഷിയിൽ ഒരു കുത്തലായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കുത്തല് പങ്കാളിയിലോട്ട് ഈ ആളും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അങ്ങ് എത്തിച്ചേരുക. അതിന് ഉപോദ്ബലകമായിട്ട് എന്തെങ്കിലും കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് പർവ്വതീകരിക്കുക. ഇത് ഭാര്യയിലും ഉണ്ടാകാം, ഭർത്താവിലും ഉണ്ടാകാം. അതുകൊണ്ട് സംശയരോഗം ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തില് ആണും പെണ്ണും തമ്മിൽ ഇടപഴകാനുള്ള അവസരങ്ങൾ ഒത്തിരി വർദ്ധിച്ചിട്ടുണ്ടല്ലോ. പഴയകാലം അങ്ങനെയല്ലായിരുന്നു. പെൺകൊച്ചിനെ സംശയിക്കാനും ഒക്കെ ഇല്ല. പെണ്ണ് കഴിയുന്നത്
കൂട്ടുകുടുംബത്തിലാണ് കഴിയുന്നത്. കൂട്ടുകുടുംബത്തിൽ അപ്പനും ഉണ്ട്, അമ്മയും ഉണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരങ്ങളുടെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, എല്ലാ ചുറ്റുപാടിലും കഴിയുക. അവിടെ അങ്ങനെ ഒരു സംശയത്തിന് യാതൊരു സാധ്യത പോലുമില്ല. അത് അന്നത്തെ ആ കൂട്ടുകുടുംബ സ്വഭാവത്തിന്റെ നന്മകളിലൊന്നായിരുന്നു. ഇപ്പോഴതല്ല. രണ്ടുപേരും ജീവിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ച് രണ്ടുപേർക്കും അറിഞ്ഞുകൂടാ. ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലം ദൂരെയാണ്, ഭാര്യ ജോലി ചെയ്യുന്ന വേറെടുത്താണ്. ഭാര്യയ്ക്ക് ഭാര്യയുടേതായ കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരുടെ കൂട്ടത്തിൽ പുരുഷന്മാർ സ്ത്രീയോടും ഇടകലർന്ന് ജോലി ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു. അത് ഭർത്താവ് അതുപോലെ ചെയ്യുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നതുകൊണ്ടും സ്വാഭാവികമായിട്ട് മനുഷ്യന് കിടക്കുന്ന സംശയം ഈ വക സാഹചര്യങ്ങൾ വരുമ്പോൾ കൂടാനായിട്ടുള്ള ഒരു പ്രത്യേകത ഇന്നത്തെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയെങ്കിലും അല്പം ഒരു സംശയരോഗത്തിന്റെ ഒരു ചിന്തയെങ്കിലും മനസ്സിൽ കൂടെ കടന്നുപോയെങ്കിൽ രണ്ടുപേരോട് ഒരുമിച്ച് ചേർന്ന് ആ വക വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും തക്ക ഒരു കൗൺസിലിങ്ങിന് പോയി അത് അവിടെ വെച്ച് തന്നെ അത് ഇല്ലാതെയാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ഉയർന്ന തലം കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ മാനസിക രോഗത്തിന്റെ തലത്തിലെത്തിപ്പോയെന്നുണ്ടെങ്കിൽ അതിന് ഒരു ചികിത്സ തന്നെ ആവശ്യമായിട്ട് വരുമായിരിക്കും. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കുന്നത് നല്ലതാണ്. സംശയരോഗികളായി ചികിത്സ എടുക്കാതെ ചിലപ്പോൾ ഭാര്യയെ സംശയിച്ച് ഭാര്യയെ വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ ഭർത്താവിനെ സംശയിച്ച് ഭർത്താവിനെ വെട്ടിക്കൊല്ലുക ഒക്കെ ഉണ്ടാകുന്ന വളരെ ചുരുക്കമായിട്ട് സംഭവങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കണം. പിന്നെ നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭാര്യാഭർത്തൃ ബന്ധത്തില് ശാരീരികമായ ബലഹീനതകളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള താല്പര്യമില്ലായ്മയൊക്കെ വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ മെഡിക്കൽ അഡ്വൈസ് നേടാനും ഭാര്യാഭർത്താക്കന്മാർ മടിക്കരുത്. ചിലരുടെ കാര്യങ്ങൾ പറയാനായിട്ട് വളരെ ലജ്ജയുള്ള നാണമുള്ളവരായിരിക്കാം, പക്ഷെ അത് ആവശ്യമില്ല. ചില പ്രത്യേകമായ ശാരീരിക അസുഖങ്ങൾ കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർക്ക്, ചിലപ്പോൾ ചില ഭാര്യമാർക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞ വിഷാദരോഗം, അത് ഭർത്താവിനും ഉണ്ടാകാം. വിഷാദരോഗം ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷാദരോഗികളായിട്ടുള്ളവർക്ക് ലൈംഗികമായ കാര്യങ്ങളിൽ യാതൊരു താല്പര്യം ഉണ്ടാവുകയില്ല. അതുപോലെയുള്ള ശാരീരിക മാനസികമായ രോഗങ്ങൾ കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം ഇത് ദൈവികമാണ്, കൂട്ടായ്മയാണ്, സന്തോഷം പങ്കിടേണ്ടതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സന്തോഷം പങ്കിടാൻ ഒക്കാതെ വണ്ണം അവർക്ക് ശാരീരികമായ മാനസികമായിട്ടുള്ള വൈകല്യങ്ങളോ ബലഹീനതകളോ കണ്ടെന്നിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന നല്ലതായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്തെ പരസ്യങ്ങൾ കാണുന്ന പോലെ ശാരീരികമായ ആസ്വാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഒരു പോക്ക് ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരൊന്നല്ല. കുടുംബജീവിതത്തിൽ മനുഷ്യന്റെ ഒരു ജീവിത ചര്യയിൽ ഏറ്റക്കുറച്ചിലുള്ള യൗവനകാലത്ത് ഇത് വളർന്ന് ഒരു കാലത്ത് ക്ലൈമാക്സ് എത്തി, അത് കഴിഞ്ഞ് അത് കുറഞ്ഞു പോകുന്ന ഒരു ജീവിതചര്യ ഉള്ളത്. അതിനെ കൃത്രിമമാക്കി ജീവിതത്തിന്റെ വാർദ്ധക്യത്തിലും ലൈംഗിക ആസ്വദിക്കാമെന്ന് പറഞ്ഞ് കുറേയേറെ മരുന്നുകൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ആത്മീയവുമല്ല, ദൈവീകവുമല്ല, ബുദ്ധിപരവുമല്ല. അങ്ങനെ പോകേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെയൊക്കെ കുറെ ആൾക്കാര് ഇവിടെ ചില സർവേയിലൊക്കെ വെളിവാകപ്പെട്ടല്ലോ, ഒത്തിരി മരുന്നുകൾ വിറ്റഴിക്കപ്പെടുന്നു, മരുന്ന് കമ്പനികൾക്ക് ഒത്തിരി ലാഭം ഉണ്ടാകുന്നു. അതൊക്കെ ഒരു ദുഷ്ടമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെയുള്ള പോക്കാണ്. അത് അപകടകരമായിട്ടുള്ളത്. അതിലേക്ക് ക്രിസ്തീയ ദമ്പതികൾ ഒരിക്കലും പോകരുത്. എന്നാൽ ന്യായമായ കാര്യങ്ങളാൽ സ്ത്രീ പുരുഷ ബന്ധത്തിന് സാധ്യമല്ലാത്ത ചില ശാരീരിക മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ളവരെ കാണുന്നത് തെറ്റില്ല. അത് അവിടെ രണ്ടുപേരും ഒരുമിച്ച് കണ്ട് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്ത് ആ കാര്യത്തിൽ വേണ്ട ഭേദഗതികൾ വരുത്തി മുന്നോട്ട് പോകണം. എന്നാൽ മറ്റ് പരസ്യങ്ങൾ കുടുങ്ങി കൃത്രിമമായി സന്തോഷം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്തിലെ ഈ എല്ലാം വ്യവസായവൽക്കരിക്കപ്പെട്ടതിന്റെ ഒരു ദുരന്ത ഫലം എന്നുള്ളതല്ലാതെ അതൊരു ആത്മീയമായിട്ടുള്ള രീതിയിൽ സ്വീകരിക്കാവുന്ന ഒന്നല്ല. അതുകൊണ്ട് ലൈംഗികതയോട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കുടുംബങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ബുദ്ധിപരമായി അതിനെ കൈകാര്യം ചെയ്താൽ, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകാവുന്ന എല്ലാവിധമായ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതിനെ അതിന്റെ ദൈവീകതയുടെ അനുഭവത്തിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും.
അങ്ങനെ ഒരു ആത്മീയ തലത്തിലേക്ക് ലൈംഗികതയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രിസ്തീയ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാര് പരസ്പരം ചെയ്യേണ്ടതും പരസ്പരം സഹായിച്ച് ഉന്നതമായ നിലവാരത്തിൽ എത്തിക്കേണ്ടതും. ആ ഒരു അവസ്ഥയിലായി തീരുവാനായിട്ട് ദൈവം തമ്പുരാൻ എല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എന്റെ ചിന്തകളെ അവസാനിക്കും.